അസ്സലാമലൈക്കും. ഇന്നത്തേത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. ഒരു 5 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുവെക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനൊരു മിക്സഡ് ജാറിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളമോട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. മിക്സിയിലേക്ക് 1/4 കപ്പ് വെള്ളൂടി ഒഴിച്ചെടുത്തിട്ട് അതോടെ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു സവോളയുടെ പകുതി ചെറുതാക്കിയിട്ട് വളരെ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ള സവോളയാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതിയും ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഒരു പച്ചമുളകും കൂടി ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തതാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ദോശയിലേക്ക് എടുക്കുന്ന ഒരു മാവില്ലേ, അതിൻ്റെ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് വേണ്ടത്. നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിതാ ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് തുറന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്തൊക്കെ എത്തി ഹൈ ഫ്ലെയിമിലിടണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതാ ചെറിയൊരു ക്രിസ്പിനെസ്സോട് കൂടിയായിട്ടാണ് നമ്മളൊരു ദോശ ഉണ്ടാക്കി എടുക്കുന്നത്. വീണ്ടും ഞാൻ ഇതൊന്ന് മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു മേൽഭാഗത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പോലെ ഒന്ന് തേച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്പിനെസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു സോഫ്റ്റായ രീതിയിൽ നമുക്ക് ദോശ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിത് പാനിൽ നിന്നും ഒന്ന് എടുത്ത് മാറ്റാം. ഇത് നമുക്ക് കറിയോ ചട്നിയോ കൂട്ടി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അതില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ കഴിക്കാനും സൂപ്പറാണ്. വെറും 5 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായിട്ടെങ്കിൽ സപ്പോർട്ടൊക്കെ ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ്. ഓക്കെ.